Hi guys! സ്കിൻ വൈറ്റനിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു റൈസ് ക്രീമിൻ്റെ റെമഡി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. റൈസ് മാത്രമല്ല, ഇതിനകത്തേക്ക് നമ്മളൊരു ആളെ കൂടി ചേർത്തുകൊണ്ടാണ് ഈ ഒരു ക്രീം നമ്മൾ ചെയ്തെടുക്കുന്നത് കേട്ടോ. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ടാണ്. അപ്പോൾ ഈ ഒരു റൈസ് ക്രീമിനെ പറ്റിയിട്ട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. ഒരുപാട് പേര് ഇത് ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ ഒത്തിരി യൂട്യൂബിനകത്ത് ഈ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാകും. ഞാനും ഇത് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള രീതിക്കാണ് നമ്മൾ ഈ ഒരു റൈസ് ക്രീം തയ്യാറാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ റൈസ് ക്രീം തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് റൈസ് തന്നെയാണ്. അപ്പോൾ പച്ചരി ആയാലും നമ്മൾ ചോറ് വയ്ക്കുന്ന അരിയാണെങ്കിൽ ഏതാണെങ്കിലും കുഴപ്പമില്ല, മാക്സിമം പച്ചരി തന്നെ എടുക്കാനായിട്ട് നോക്കുക. ഇതിന് നന്നായിട്ട് വെള്ളത്തിൽ കഴുകി വന്നതിന് ശേഷം നമ്മളത് അരച്ച് അതിൻ്റെ ഫിൽറ്റർ ചെയ്ത് കൊണ്ടുവരണം. അതിൻ്റെ തരിതരിപ്പായിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്ക് വേണ്ട. ജസ്റ്റ് അതിൻ്റെ ആ ഒരു എക്സ്ട്രാക്റ്റ് മാത്രം കേട്ടോ. നമ്മൾ കുതിർത്തി വെച്ചിട്ടുള്ള അരി അരച്ചിട്ട് ഒരൊറ്റ തവണ ഫിൽറ്റർ ചെയ്താൽ മതി. നമ്മൾ ആ കുതിർത്തിയിട്ടുള്ള വെള്ളം മാത്രമേ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളൂ, എക്സ്ട്രാ വെള്ളം ആഡ് ചെയ്യുന്നില്ല. ഒരൊറ്റ തവണത്തേക്കുള്ള ആ ഒരു എക്സ്ട്രാക്റ്റ് നമുക്ക് വേണ്ടത്. ബാക്കി വന്നിട്ടുള്ള ആ ഒരു റൈസിൻ്റെ പിശുടും കാര്യങ്ങളൊക്കെ നമുക്ക് സ്ക്രബായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു റൈസ് വാട്ടർ. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ചെറുപയറിൻ്റെ സ്റ്റാർച്ചാണ്. കഴിഞ്ഞൊരു വീഡിയോയിൽ ഈ ഒരു ചെറുപയർ സ്റ്റാർച്ച് എങ്ങനെ ചെയ്തെടുക്കാം എന്നുള്ളതിനെ പറ്റിയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളത് ബാക്കി വന്നിട്ടുള്ള സ്റ്റാർച്ച് ഒരു പ്ലേറ്റിലോട്ടേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. ആ ഒരു സ്റ്റാർച്ചാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അത് നമ്മൾ ഉണക്കാൻ വെച്ചിട്ട് ചെറിയ രീതിക്ക് വെയിലുണ്ടെങ്കിൽ അതിനകത്ത് വയ്ക്കാം. അതെല്ലാം തന്നെ വീട്ടിനകത്ത് തന്നെ നല്ല രീതിക്ക് എവിടെയാണോ വെളിച്ചുള്ളത് ആ ഒരു ഭാഗത്ത് വെച്ചിട്ട് ഉണക്കിയെടുക്കുക. എന്നിട്ട് മിക്സിയിൽ ഒന്ന് തിരിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതുപോലെ നല്ല ഫൈൻ പൗഡറായിട്ട് നമുക്ക് ആ ഒരു സ്റ്റാർച്ച് പൗഡർ കിട്ടുന്നുണ്ടോ. അപ്പോൾ ഇത് ചെറുപയറുടെ സ്റ്റാർച്ചാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ പൊട്ടോറ്റോ ഉണ്ടെങ്കിൽ പൊട്ടോറ്റോ ചേർക്കാം. പക്ഷേ നമ്മൾ അത് വെച്ചിട്ടൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാനിത് ചെറുപയർ ഉപയോഗിച്ചിട്ട് ഫസ്റ്റ് ടൈമാണ്. നമ്മൾ ചെറുപയർ സാധാരണ ഫേസിലേക്ക് ഡയറക്റ്റായിട്ട് പൗഡേഴ്സൊക്കെ അല്ലേ യൂസ് ചെയ്യും. ഇത് സ്റ്റാർച്ചാണ്. അപ്പോൾ നമ്മുടെ റൈസിൻ്റെ ആ ഒരു സ്റ്റാർച്ചും ചെറുപയറുടെ സ്റ്റാർച്ചും കൂടി ചേർന്നിട്ടൊരു കോംബോ ആണ് നമ്മളിവിടെ ഈ ഒരു ക്രീമായിട്ട് നമ്മൾ മേക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ ഒരു റൈസ് വാട്ടറിനകത്തേക്ക് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ഇത് ഞാൻ വേറൊരു കട്ടിയുള്ള ഒരു കടായിലേക്ക് അങ്ങ് മാറ്റുന്നുണ്ട്. ഈ ഒരു കടായി ഞാൻ ഇതുപോലെ DIYs അല്ലെങ്കിൽ ഹോം റെമഡീസ് ചെയ്യുമ്പോൾ മാത്രം ഉപയോഗിക്കുന്ന കടായാണ്. നിങ്ങളും അതുപോലെ ഒരു പാത്രം മാറ്റി വയ്ക്കുക. നമ്മൾ കുക്ക് ചെയ്യുന്ന പാത്രങ്ങളെ എടുത്ത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ചെറിയ രീതിക്ക് എരിച്ചിലൊക്കെ ഉണ്ടാവും. എരിച്ചിലും പോഷലൊക്കെ അനുഭവപ്പെടും. അപ്പോൾ അതുകൊണ്ട് ഇതുപോലത്തെ ആ ഒരു നോൺ സ്റ്റിക്കിൻ്റെ കോട്ടിംഗ് ഒക്കെ പോയിട്ട് പഴയത് ഏതെങ്കിലും ഒരു പാത്രം ഉണ്ടെങ്കിൽ നല്ല കട്ടിയുള്ള കടായി ആയിരിക്കണം കേട്ടോ. അപ്പം നല്ല കട്ടിയുള്ള അതുപോലത്തെ ഒരു പാത്രം സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വയ്ക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു കൂട്ടത്തിനകത്തേക്ക് ഒഴിച്ചിട്ട് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഗ്യാസ് മീഡിയം ഫ്ലെയിമിൽ അങ്ങ് ഇടുക. നമ്മുടെ ഈ ഒരു പാത്രം ചൂടാവേണ്ട താമസമുള്ളൂ. ചൂടായി കഴിഞ്ഞത് നമ്മുടെ ഈ ഒരു കൂട്ട് പെട്ടെന്ന് തന്നെ കുറുകി വരും കേട്ടോ. നമുക്ക് ഒത്തിരി നേരം വെക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു 3-4 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റിനുള്ളിൽ കേട്ടോ. കഷ്ടി ഒരു 5 മിനിറ്റിനുള്ളിൽ നമുക്കൊരു കൂട്ട് നന്നായിട്ട് കുറുകി വരും. നമ്മുടെ ഈ ഒരു നമ്മുടെ ഒരു കടായി നന്നായിട്ട് ചൂടായി കിട്ടിയാൽ മതി. ബാക്കി നമുക്ക് ഓഫ് ചെയ്തിട്ടിട്ട്, ഞാനിപ്പോൾ ഓഫ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. ഓഫ് ചെയ്തിട്ടിട്ട് നമുക്ക് ബാക്കിയുള്ള സംഭവം ഒന്നും കൂടി ആ ഒരു ചൂടിൽ തന്നെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വേറൊരു ബൗളിനകത്തേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം. ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമുക്കിതങ്ങ് കുറുക്കി കൊണ്ടുവരാനായിട്ട് കേട്ടോ. അപ്പോൾ ഈ രീതിക്ക് നമുക്ക് ചെയ്ത് കൊണ്ടുവരുമ്പോൾ തന്നെ നല്ലൊരു ക്രീമി കൺസിസ്റ്റൻസി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ടില്ല, അതിനകത്തേക്ക് നമുക്ക് ഒരു കാര്യം കൂടി ആഡ് ചെയ്യാനുണ്ട്. അതുകൂടി കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് അല്ലെങ്കിൽ ഒരു ഫേസ് ക്രീം കേട്ടോ, നമുക്കിത് 2 രീതിക്ക് ഉപയോഗിക്കാൻ പറ്റും. അത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഈ ഒരു വീഡിയോയുടെ അവസാനം പറയാം. അപ്പോൾ നമ്മളതാ ഈ ഒരു കൂട്ട് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിനകത്തേക്ക് ആവാരമ്പൂടെ ജെല്ലാണ് ചേർക്കുന്നത്. നമ്മളിപ്പോൾ റീസെൻ്റ്ലി ഈ ഒരു ആവാരമ്പൂടെ ജെല്ലാണ് കൊടുക്കുന്നത്. സെയിം തന്നെയാണ്, നമ്മുടെ ആലുവേര ജെല്ല് തന്നെയാണ്. ആലുവേരയും കുങ്കുമപ്പും ഒക്കെ ചേർത്തുള്ള ജെല്ല് തന്നെയാണ്. പക്ഷേ എക്സ്ട്രാ നമ്മളിതിനകത്തേക്ക് ഇപ്പോൾ ആവാരമ്പൂ കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു നിറം കണ്ടല്ലോ, നിറത്തിലും മണത്തിലൊക്കെ വ്യത്യാസമുണ്ട്. ഞാനൊരു കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ആവാരമ്പൂടെ ജെല്ല് നമ്മൾ 1 ടീസ്പൂൺ കേട്ടോ, 1 ടീസ്പൂണോ അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂണോ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊണ്ടുവരാം. നമ്മളിനി ഇത് ഉപയോഗിക്കേണ്ട മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഞാൻ പറഞ്ഞു പാക്കായിട്ടും അതുപോലെ തന്നെ ക്രീമായിട്ടും ഉപയോഗിക്കുക എന്നുള്ളത്. പാക്കായിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപടി അങ്ങ് ഉപയോഗിക്കാം. ഇതിനകത്തേക്ക് വേറെ ഒന്നും തന്നെ ആഡ് ചെയ്യേണ്ട കാര്യമില്ല. ഇതേപോലെ അങ്ങ് ഉപയോഗിക്കാം. ഇനി ക്രീമായിട്ടാണ് നമുക്ക് യൂസ് ചെയ്യണം, ഡ്രൈ സ്കിൻ ആരുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇതിനകത്തേക്ക് നമുക്ക് ഓയിൽസ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ ഗ്ലിസറിൻ ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. വൈറ്റമിൻ ഇ ക്യാപ്സൂളൊക്കെ ചേരുകയാണെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ക്രീമായിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് നമ്മളിത് രാത്രി അപ്ലൈ ചെയ്തിട്ട് പിറ്റേന്ന് രാവിലെ കഴുകി കളയുന്ന ആ ഒരു രീതിക്കാണെങ്കിൽ കേട്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളിതിനകത്തേക്ക് കുറച്ച് ഓയിലി ആയിട്ട് ഇരിക്കാനാണ്. കാരണം നമുക്കിത് ഇടുന്ന സമയത്ത് കുറച്ച് ഡ്രൈ ആയിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ശരി നമ്മളിതിനകത്തേക്ക് എക്സ്ട്രാ ഓയിൽസും ഗ്ലിസറിനൊക്കെ ആഡ് ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമേ നമുക്കിത് ക്രീമായിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനിവിടെ അത് ഫേസ് പാക്ക് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. നല്ല
ക്രീമി കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. ഒരു തരിതരിപ്പോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ കയ്യിലിട്ട് കാണിക്കുന്നത് ഫേസ് പാക്ക് ഉപയോഗിക്കേണ്ട മെത്തേഡാണ്. ഇച്ചിരി കട്ടിയിൽ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതങ്ങനെ കട്ടിയിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു 20 മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്കതങ്ങ് വാഷ് ചെയ്തിട്ട് വരാം. ഇനി ക്രീം ടൈപ്പായിട്ട്, അതായത് നമ്മളിത് വെച്ചിരിക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരല്പം മതിയാകും. അതും ഓയിലും ഗ്ലിസറിനൊക്കെ ആഡ് ചെയ്തിരിക്കണം, എങ്കിലേ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഒരല്പം എടുത്തിട്ട് നമുക്ക് ടോട്ടൽ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് അങ്ങനെ അങ്ങ് ലീവ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഈ ഓയിൽ ചേർക്കുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ വലിച്ചിലോ അതുപോലെ തന്നെ നമുക്ക് ഡ്രൈ ആവുന്ന ഫീലൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഓയിലൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാൻ പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഗ്ലിസറിനും. ഓക്കെ, ക്ലിയർ. അപ്പോൾ ഗൈസ്, തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്കുണ്ടായിട്ടുള്ള മാറ്റം ഈ ഒരു വീഡിയോയുടെ താഴെ വന്ന് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇനി ഒരു പുതിയ വെറൈറ്റി വീഡിയോ വരുന്നതായിരിക്കും. ടാറ്റാ, ബൈ ബൈ.